എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊമേഴ്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടോ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നപ്പോ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതൊക്കെയാണ് മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ? അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും? അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നമ്മൾ പറഞ്ഞു അല്ലെ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യേകതകൾ? നമ്മൾ ഇന്ന് അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ ആദ്യത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സെബി അപ്രൂവൽ ആണ് അല്ലെ. മുംബൈയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് NSE അല്ലെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതും എവിടെയാണ്? മുംബൈയിലാണ്. പിന്നെ എന്താ ഇത് ഏറ്റവും വലിയ പ്രത്യേകത? ഡിജിറ്റൈസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം അല്ലെ കൊണ്ടുവന്നത് എവിടെയാണ്? NSEയിലാണ്. ഓക്കെ, പിന്നെ എന്താണ് ഇൻഡെക്സ്? BSEയുടെ ഇൻഡെക്സ്, സെൻസെക്സും. പിന്നെ NSEയുടെ നമ്മൾ പറഞ്ഞു നിഫ്റ്റി 50 എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനിയുള്ളത് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത് BSEയും NSEയും ആണ്. ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ടത് അതാണ്. അത് നന്നായി മനസ്സിലാക്കി വെക്കാം. ഇതിലൊക്കെ നമുക്ക് ബേസിക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയണ്ടൂ. ഇത് കുറെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല. പക്ഷെ എന്ന് വെച്ചാൽ അറിയും വേണം എന്താണ് BSE NSE. അത് കൂടാതെ അതിൻ്റെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ. കൽക്കട്ട എന്ന് പറഞ്ഞു ഇപ്പൊ കൊൽക്കത്ത എന്ന് പറയും. ഇപ്പൊ പേര് അതിന്റെ മാറ്റമൊന്നുമില്ല. കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കാം നമുക്ക് എന്താണ് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലാണ്. അറിയാലോ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്തയിലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1863 പക്ഷേ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായിട്ട് നടപ്പിലായത് 1908 കൊൽക്കത്തയിലാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് മെയിൻ ആയിട്ട് ഞാൻ പോയിന്റ്സ് ആയിട്ട് എഴുതണോ അത് ഇതിൽ അണ്ടർലൈൻ ചെയ്താൽ മതിയോ നിങ്ങൾക്ക്? ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1908. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ അല്ലെ. അതിലൊന്നാണ് ഏത്? കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് വേണോ? ഓക്കെ, വെരി ഗുഡ്. പോയിന്റ്സ് എഴുതി തരാം. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ നോക്കാം. അപ്പൊ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്ത. ഞാൻ വേഗം എഴുതി പോവും. നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴൊക്കെ ക്ലാസ്സുകൾ കാണാത്തവർക്കൊക്കെ ഹെൽപ്ഫുൾ വേണ്ടിയിട്ടാണ്. കുറെ വായിച്ച നേരം കളയണ്ടല്ലോ. കൊൽക്കത്തയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന വർഷം പറഞ്ഞിട്ടുണ്ട് 1908. ഇനി ഇത് ഓൺ ചെയ്യുന്നത് ആരാണെന്ന് അറിയോ? ഓൺഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. കേട്ടിട്ടില്ലേ? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ഓൺഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അതാണ് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഞാൻ അതിൽ വരച്ച് കാണിക്കാം. എല്ലാം നമുക്ക് എഴുതാൻ സ്പേസ് ഇല്ല. എന്താണ്? ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ആണ് ഇവിടെ. ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ആണ് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ളത്. ട്രേഡിംഗ് സിസ്റ്റം. അതിനെ പറയുന്ന വേറൊരു പേരാണ് C-Star. ഇതൊക്കെയാണ് എന്തിന്റെ പ്രത്യേകത? കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത. അതായത് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ഫുള്ളി ഓൺലൈൻ സ്ക്രീൻ ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് ഇവിടെ നിലവിലുള്ളത്. അത് ഓൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. പിന്നെന്താണ്? അത് മെയിൻ ആയിട്ട്
ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലാണ്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് കൽക്കട്ട. അതിന് മുമ്പത്തെ നമ്മൾ പഠിച്ചു, BSc ഒക്കെ നമ്മൾ പഠിച്ചു, 1857 ഉണ്ടായതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാൻ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇനി CSE വാസ് ഫോംഡ്. CSE എന്ന് പറഞ്ഞ ഷോർട്ട് ആണ് കേട്ടോ, കൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫോർമലി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1956 അണ്ടർ ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട്. It was the hub for trading in various Indian companies, though it has been a decline in activity due to competition from other exchanges like NSE and BSE. അപ്പോൾ കൽക്കട്ട ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പറേഷൻസ് 2013 മുതലൊക്കെ നിലച്ചു. അതില് പിന്നെ അവർക്ക് എന്തോ കോർട്ട് ഓർഡർ ഒക്കെ കിട്ടി, സെക്യൂരിറ്റി സെബി അവരെ എന്താണ് എക്സിറ്റ് ചെയ്തു ഇതിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ആക്റ്റീവ് ഓപ്പറേഷൻസ് ഇല്ല കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 2013 മുതൽ. Its key indices include CSE 30 and CSE sectoral indexകളാണ് പറയുന്നത്. CSE 30 and CSE sectoral index, which track the performance of prominent stocks and sectors listed on the stock exchange. Over time, CSE has adapted to electronic trading, നമ്മൾ പറഞ്ഞു today, primarily facilitate trading in regional and small cap stocks. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് CSEയുടെ പ്രത്യേകത. അപ്പൊ ഇതാണ് ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പിന്നെ എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഏഷ്യ. ക്ലിയർ? പിന്നെ അതിന്റെ അടുത്ത പ്രത്യേകത ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ആണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ അത്രയും കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ചോദിക്കില്ല. എങ്ങാനും നമുക്കൊരു ചോദ്യം വന്നാൽ ആ ഒരു മാർക്ക് നമുക്ക് കളയാനും പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? എന്താണ് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്? നമുക്ക് അടുത്തേല് നാലാമത്തേലോട്ട് പോവാം. ഇതെന്താ നാലെന്നൊക്കെ എഴുതിയത് ഓർമ്മയുണ്ടല്ലോ? നമ്മൾ ആദ്യത്തെ BSc, 2 NSE, 3 കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പൊ നാലാമത്തെ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എന്താണ് കേട്ടിട്ടുണ്ടോ? മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് വായിക്കാം. ഇതിന്റെ പോയിന്റ്സ് ആയിട്ട് എഴുതി കാണിച്ചു തരാം. അപ്പൊ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു നാഷണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതില് ഒരുപാട്, അതായത് നമ്മൾ പഠിച്ചില്ലേ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കറൻസി ഡെറിവേറ്റീവ്സ് ആൻഡ് ഡെപ്റ്റ് സെഗ്മെന്റ്സ്, ഇതൊക്കെ അവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏത്? മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, പക്ഷെ ഓക്കെ, ഇതിന്റെ മെയിൻ റെഗുലേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഈ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ആരുടെ അണ്ടറിലാണ്? സെബിയുടെ അണ്ടറിലാണ്. മെയിൻ ആയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് ട്രേഡിംഗ് ആണ്. ട്രാൻസ്പെറൻസി കൂടുതലുള്ള ഒരു ഇലക്ട്രോണിക് ആകുമ്പോൾ നമുക്കറിയാലോ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഹൈടെക് പ്ലാറ്റ്ഫോം ആണ് എവിടെ? ഈ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചില്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് വൺ നാഷണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ പറഞ്ഞത് എന്താണ്? ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നതെന്ന്. ട്രേഡ് എന്തൊക്കെയാണ്? ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പഠിച്ചതാണ്. ഇനി അതൊന്നും നമ്മൾ പറയുന്നില്ല, അറിയാമല്ലോ. പിന്നെന്താണ്? കറൻസി ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചില്ലേ? ഡെറിവേറ്റീവ്സ്. അപ്പൊ കറൻസി ഡെറിവേറ്റീവ്സ് ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡെപ്റ്റ് സെക്യൂരിറ്റീസും. പിന്നെ ഇതെന്താണ് അതിന്റെ പ്രത്യേകത? റെഗുലേറ്റഡ് ബൈ സെബി ആണ് അല്ലെ? സെബി ആണ് ഇതിലേക്ക് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് അടുത്ത പ്രത്യേകത? ഇത് ഓഫേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസ്പെറന്റ് ആൻഡ് ഹൈടെക് പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ്
മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രത്യേകത കണ്ടോ? ഇറ്റ് ഈസ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആരാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അല്ലെ, അപ്രൂവ്ഡ് ബൈ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അത് എന്തിന്റെ ആക്ട് പ്രകാരമാണ്? സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956. ഓക്കെ. ഇനി ഇറ്റ് വാസ് ഒഫീഷ്യലി അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ്? ഡിസംബർ 21 അല്ലെ 2012 ആര്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അത് ഒഫീഷ്യലി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് എന്ത് ചെയ്തത്? റെക്കഗ്നൈസ് ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞു ഇറ്റ് പ്രൊവൈഡ് എ മോഡേൺ ആൻഡ് ട്രാൻസ്പെറന്റ് പ്ലാറ്റ്ഫോം. എന്താ മോഡേൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആൻഡ് ട്രാൻസ്പെറന്റ് പ്ലാറ്റ്ഫോം ആണ്. അവിടെ എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്? ക്യാപിറ്റൽ സെക്യൂരിറ്റി, ഫ്യൂച്ചേഴ്സ്, കറൻസി ഡെറിവേറ്റീവ്, ഡെപ്റ്റ് സെക്യൂരിറ്റി. ഓക്കെ. ഇനി ഇത് പിന്നെ പറയുന്നത് അടുത്തത് കറൻസി ഡെറിവേറ്റീവ്സ് ഏത് വർഷമാണ് ഇവിടെ ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചത്? MSEയില്. അതൊന്നും ഓർത്ത് വെക്കേണ്ട, ഇവിടെ നിന്ന് കാണിച്ചത് മാത്രം 2008 ഒക്ടോബറിലാണ്. അതിന്റെ ആരുടെ കീഴിലാണ്? സെബിയുടെയും RBIയുടെയും ഒക്കെ നിയന്ത്രണപ്രകാരം. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ്, ഫ്യൂച്ചർ ഓപ്ഷൻസ്, അതുപോലെ തന്നെ മെയിൻ ഇൻഡെക്സ്, ഇതൊക്കെ ഇൻഡെക്സ് ആണ് XX40. ഇതൊക്കെ 2013 ട്രേഡിംഗ് സ്റ്റാർട്ടിങ്. ക്ലിയർ? അതൊന്ന് പറഞ്ഞു മാത്രം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ ഓർത്തിരിക്കേണ്ടത് അത് എന്താണ്? എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നതും അപ്രൂവ് ചെയ്തതും ഒക്കെ സെബിയാണ്. അവിടെ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഫ്യൂച്ചേഴ്സ് അല്ലെ, ഓപ്ഷൻസ്, കറൻസി ഡെറിവേറ്റീവ്സ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ഈ രണ്ട് ഇത് ഓർത്തില്ലേ? അപ്പൊ കൽക്കട്ട പറഞ്ഞു, മെട്രോപൊളിറ്റൻ. നമുക്ക് ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചൊന്നും പഠിക്കണ്ട. ഞാൻ കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ NSEയും BSE ആണ്. നിങ്ങൾ അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. അതാണ് മെയിൻ. പിന്നെ ഇതൊക്കെ കുറച്ച് സബ്സിഡിയറികളാണ് ഇതിന്റെയൊക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മെയിൻ ആയിട്ടുള്ള, അതിലും കുറച്ച് മെയിൻ ആയിട്ടുള്ളത് ഞാൻ എടുത്തതെന്ന് മാത്രം. കുറെ വൈഡായിട്ട് പോകേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഇനി അടുത്തതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് നോക്കരുത്. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. വായിക്കാണ്ട് തന്നെ പെട്ടെന്ന് ആരാ കമന്റ് ചെയ്യണേ നോക്കട്ടെ. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് വായിച്ചാൽ പിന്നെ മാറ്റമൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. ഒരാൾക്കും അറിയില്ലേ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ? ഓക്കെ, വെരി ഗുഡ് അല്ലെ. കമ്മോഡിറ്റി മാർക്കറ്റ് ആണ്. രണ്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്നാണ് ഇത്. ഏതാണ്? MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഓക്കെ, ഓർമ്മയുണ്ടോ? അതിന്റെ പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം എന്താണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പൊ അവിടെ എന്തായിരിക്കും പ്രത്യേകത? കമ്മോഡിറ്റീസ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഏതൊക്കെ കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാലോ. ഓർമ്മയുണ്ടോ ഏതൊക്കെ കമ്മോഡിറ്റീസ് ആണ് ഉള്ളതെന്ന്? അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റൽസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, എനർജി പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് കമ്മോഡിറ്റീസ് അതൊക്കെ ട്രേഡ് ചെയ്യുന്നതാണ് MCX. ഓക്കെ. എന്തൊക്കെയാണ് MCXൽ നോക്കേണ്ട പോയിന്റ്സ് എന്ന് നോക്കാം. എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇതൊന്ന് ഓർത്ത് വെക്കണം. സ്റ്റാർട്ടിങ് ദെയർ ഓപ്പറേഷൻസ് ഇൻ 2003. എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? MCX മുംബൈയിലാണ് കേട്ടോ. ഓക്കെ, ലൈഫ് സ്റ്റോക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇനി ആരാണ് MCXനെയും ഗവേൺ ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതും ആരായിരിക്കും? സെബി ആണ് അല്ലെ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ആണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതും നമ്മൾ BSE NSE ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ്. വർക്ക് ആസ് BSE ആൻഡ് NSE അതുപോലെ തന്നെയാണ് ഇതിന്റെയും പ്രവർത്തനങ്ങൾ. BSEയുടെയും NSEയുടെയും പോലെയാണ്. ഇനി ഇവിടെ മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് എന്താണ്? ഞാൻ ഷോർട്ടാക്കി ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോ ഷോർട്ടാക്കി പറയണേ കേട്ടോ. പോയിന്റ്സ് ആയിട്ട് എന്തൊക്കെയാണ്? കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്.
ഷോർട്ടാക്കി എഴുതണ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. പഠിച്ചതല്ലേ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഇതിൽ പ്രത്യേകത? ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൽ പല കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കൂടുതലും ഏതാണ്? മെറ്റൽസ് ആൻഡ് എനർജി. അതാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. കൂടാണ്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഫാം പ്രൊഡക്ട്സുകൾ ഉണ്ട്. പക്ഷെ കൂടുതൽ മെജോറിറ്റിയും ഇവിടെ ട്രേഡ് ചെയ്യുന്നത് MCXൽ ഏതാണ്? മെറ്റൽസ് ആൻഡ് എനർജി ആണ്. എന്തൊക്കെയാണെന്ന് അറിയാലോ മെറ്റൽസ് എനർജി, ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്, ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ് ഏത്? MCX. ഓക്കെ, ഇന്ത്യസ് ലാർജസ്റ്റ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? MCX ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ MCXല് നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? എന്താ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. എന്താണ് ഇതൊക്കെ? കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ്. മെയിൻ ആയിട്ട് മെറ്റൽസും എനർജിയും ആണ്. കൂടാതെ അഗ്രികൾച്ചറൽ ഗുഡ്സും ഇവിടെ ട്രേഡ് ചെയ്യും. പക്ഷെ പ്രയോറിറ്റി എന്തിനാണ്? മെറ്റൽസിനും എനർജിക്കും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മോഡേൺ പ്ലാറ്റ്ഫോം ഫോർ ഓൺലൈൻ ട്രേഡിംഗ് ഇൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, ഹെൽപ്പിംഗ് പീപ്പിൾ ട്രേഡ് ആൻഡ് മാനേജ് റിസ്ക് റിലേറ്റഡ് ടു കമ്മോഡിറ്റി. നമുക്കറിയാലോ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്തിനാണ്? റിസ്ക് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് വർഷമാണ്? 2003. ആരുടെ അണ്ടറിലാണ്? സെബിയുടെ. ഇനി ഏതൊക്കെ കമ്മോഡിറ്റീസ് ആണ് കൂടുതലും? പ്രഷ്യസ് മെറ്റൽസ്. മെറ്റൽസ് ഏതൊക്കെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനർജി പ്രോഡക്ട്സും അഗ്രികൾച്ചറൽ ഗുഡ്സും ഉണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ പ്രയോറിറ്റി ഇത് രണ്ടുമാണ്. ഇനി അതിന്റെ മെയിൻ ഇൻഡെക്സ് ആണ് പറയുന്നത് MCX. കേട്ടോ നിങ്ങൾ? ഐക്കോംഡെക്സ്. ഇതിന്റെ ഫുൾ ഫോം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ MCX ഇന്ത്യ കമ്മോഡിറ്റി ഇൻഡെക്സ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഇൻഡെക്സ് ആണ്. അത് പറഞ്ഞു മാത്രം, ചിലപ്പോ ഒന്നും ചോദിക്കാറില്ല ചിലപ്പോ. പിന്നെ മറ്റ് ഇൻഡെക്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? ബേസ് മെറ്റൽ ഇൻഡെക്സ്, ബുള്ളിയൻ ഇൻഡെക്സ്, എനർജി ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ഇൻഡെക്സുകളും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, കോപ്പർ, ലെഡ്, സിങ്ക്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ അവിടെ കമ്മോഡിറ്റീസ് ഡെറിവേറ്റീവ്സ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ MCX എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ്. ഇത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ്ഡ് എന്നാണ് 2003 അണ്ടർ ദ കൺട്രോൾ ഓഫ് സെബി. മെയിൻ ആയിട്ട് കമ്മോഡിറ്റീസ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണ്? ഏതിന് കമ്മോഡിറ്റീസ് ആണ്? മെറ്റൽസിനും എനർജിക്കും ആണ് അവിടെ കൂടുതൽ പ്രയോറിറ്റി. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇതാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ പറയാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഓരോന്നും വീണ്ടും പറയുന്നു. മൂന്നാമത്തെ പറഞ്ഞു കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മെയിൻ ആയിട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കൽക്കത്തയിലാണ്. എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഓൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അത് ഗവേൺ ചെയ്യുന്നത് എന്താണ് പ്രത്യേകത? ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ആണ് അവിടെ നിലവിലുള്ളത്. ഇനി മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് അപ്രൂവ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സെബി ആണ്. ഓക്കെ, പിന്നെ അതിൽ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കറൻസി ഡെറിവേറ്റീവ്സ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഒരു നാഷണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഇലക്ട്രോണിക് ട്രാൻസ്പെറന്റ് ഹൈടെക് പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ്. ദെൻ മൾട്ടി MCX കമ്മോഡിറ്റി. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞത് സോറി, അതിങ്ങനെ വർക്കിംഗ് എന്നാ ഉദ്ദേശിച്ചത്. വർക്കിംഗ് BSCയുടെ പോലെ തന്നെയാണ്. വർക്കിംഗ് ആസ് BSc ആൻഡ് NSC. അതിനെ പറഞ്ഞത് ഞാൻ എഴുതിയില്ല എന്ന് മാത്രം. ഓക്കെ, അതായത് BSCയും NSCയുടെയും പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് MCXും, പക്ഷെ അവിടെ കമ്മോഡിറ്റീസ് ആണ് എന്ന് മാത്രം. ക്ലിയർ? ദെൻ 6th വണ്ണിലേക്ക് നമുക്ക് നോക്കാം. അടുത്തത് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. അതാണ് ഇനി അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ്? ഏത് വർഷമാണ്? 2003 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏത്? നാഷണൽ NCDX, നാഷണൽ കമ്മോഡിറ്റി. അത് എന്തിനാണെന്നപ്പോ നിങ്ങൾക്ക് അറിയാം, ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. ഹെഡ്
ക്വാർട്ടേഴ്സ്, ഹെഡ് ഓഫീസ്. പക്ഷെ അതിന് ഒരുപാട് രാജ്യത്തെമ്പാടും അതിന്റെ ഇതുകളുണ്ട്, എന്താ പറയാ, മറ്റ് ബ്രാഞ്ചുകൾ അതിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. മുംബൈയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. ഇനി എന്താ അടുത്ത പ്രത്യേകത? ഓൺലൈൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ഇതും. ഓൺലൈൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ഏതാണ്? NCDX, കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. നമുക്ക് എഴുതുന്നത് മനസ്സിലാവില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ സ്പീഡിൽ കുറെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ എഴുതി പോകാം. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അത് ഓൺലൈൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് തന്നെയാണ്. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അഗ്രികൾച്ചർ എന്താണ് കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. പിന്നെ നോൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും ഉണ്ട്, ആൻഡ് നോൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. പക്ഷെ പ്രയോറിറ്റി എപ്പോഴും എന്തിനാണ്? അതാണ് MCX-ഉം NCDX-ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം അവിടെ പ്രയോറിറ്റി മെറ്റൽസിനും എനർജിക്കും ആണെങ്കിൽ ഇവിടെ പ്രയോറിറ്റി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അത് വിചാരിച്ച് മറ്റു പ്രൊഡക്ട്സ് ഡീൽ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ പ്രയോറിറ്റി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനാണ്. പിന്നെ നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആരാണ് മെയിൻ റെഗുലേറ്റർ? റെഗുലേറ്റഡ് ബൈ ആരായിരിക്കും? സെബി തന്നെയാണ്. ഇവിടെയൊക്കെ സെബിയുടെ നിയന്ത്രണം ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും സെബിയുടെ അപ്രൂവല് കിട്ടണം. സെബി അപ്രൂവ് ചെയ്യണം, അല്ലാതെ എന്താ പറയാ, ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതാണ് നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത. അപ്പൊ അറിയാലോ, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ് അവിടെ മെയിൻ ആയിട്ട്. എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്? നമുക്കറിയാലോ, കൂടുതലായിട്ട് അവിടെ ട്രേഡ് ചെയ്യുന്നത് അല്ലെ, സ്പൈസസ് അല്ലെങ്കിൽ പൾസസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കമ്മോഡിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ഈസ് ആൻ ഓൺലൈൻ എക്സ്ചേഞ്ച്. കണ്ട, ട്രേഡിംഗ് ബോത്ത് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. 2003 അത് നിലവിൽ വന്നത്. ഇനി എന്താണ് അതിന്റെ അടുത്ത പ്രത്യേകത? അതൊരു NCDX എന്താണ്? ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആക്ട് പ്രകാരം അതൊരു എന്താ പറയാ, ആക്ടിൽ പറഞ്ഞിരിക്കുന്ന, പ്രതിപാദിക്കുന്ന, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് റെക്കഗ്നൈസ്ഡ്. ഈസ് നൗ റെഗുലേറ്റഡ് ബൈ സെബി. ഇനി എന്തൊക്കെയാണ് അവിടെ കൊടുക്കുന്ന ഡെറിവേറ്റീവ്സ്? ഏതൊക്കെയാണ്? കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡില് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ്, ICEX. കേട്ടോ? ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ്. അതും എന്താ തന്നെയാണ്? കമ്മോഡിറ്റി എക്സ്ചേഞ്ച് തന്നെയാണ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് തന്നെയാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട്. ഇത് അത്ര എന്താണ് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇതല്ല ഇന്ത്യൻ. അതും എന്താണ് ഇവിടെ എന്താണ് അതിന്റെ മെയിൻ ആയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെന്താ അടുത്ത പ്രത്യേകത? സെബി റെഗുലേറ്റഡ് ആണ്. സെബി റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ഏതും ICX. ഇനി അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതും ഒരു ഓൺലൈൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ്. ഞാൻ ഷോർട്ട് ആക്കി എഴുതട്ടെ. ഓൺലൈൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ് ഏതും ICX. പിന്നെന്താണ് അതിന്റെ പ്രത്യേകത? ഇയർ ഒന്ന് ഓർത്ത് വെച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് അല്ലെ, ഇൻ ദ ഇയർ 2009 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ICX-ന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യയിലല്ല, വേൾഡില്, ലോകത്തില് ആദ്യമായിട്ട് ഡയമണ്ടിന്റെ ഡെറിവേറ്റീവ് ലോഞ്ച് ചെയ്ത ഒരു എക്സ്ചേഞ്ച് ആണ് ഇത്, ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം, ICEX launch the world's first
diamond derivatives in the year 2018. ഇതിൽ പറഞ്ഞിട്ടില്ല, അതാ ഞാൻ അത് എഴുതി തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് എവിടെയാണ്? ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലാണ്. പിന്നെ ഇവിടെ എഗ്രോ പ്രോഡക്ട്സും ഉണ്ട്, നോൺ എഗ്രോ പ്രോഡക്ട്സും എവിടെ ഉണ്ട്? ഇവിടെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നുണ്ട്, പ്രോഡക്ട്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും നോൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും. കൂടുതലായിട്ടും നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ മെറ്റൽസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് ഇവിടെ. ഒന്ന് ഡയമണ്ടും സ്റ്റീലും. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകളിൽ സ്പൈസസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓയില്, സീഡ്, അങ്ങനത്തെയൊക്കെ ജൂട്ട്, ഫൈബർ, അങ്ങനെയൊക്കെ ഉള്ളത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനും. അപ്പൊ ഇതാണ് ICXന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അത് ഞാൻ വായിക്കേണ്ട കാര്യമില്ല. കണ്ട, ഇറ്റ് വാസ് പ്രിൻസിപ്പൽ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഓവർ ലിക്വിഡിറ്റി. ICX launched in 2009. പിന്നെന്താണ്? In 2018, it became first exchange to launch diamond futures contract in India. Diamond derivatives 2018 അത് നിലവിൽ വന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കുക, ചോദിക്കാം ചിലപ്പോ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്, സെബി റെഗുലേറ്റഡ് ആണ്, ഓൺലൈൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് തന്നെയാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിൽ ആദ്യമായിട്ട് ഡയമണ്ട് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ലോഞ്ച് ചെയ്തത് ആരാണ്? ICX ആണ്. ക്ലിയർ? ഇനി കഴിഞ്ഞു, ഈ രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. ഇനി ഇത് നോക്കാം. അടുത്തത് 8ാമത്തെ നോക്കാം. ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തായിരിക്കും എന്നുള്ളത്. ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. ഓക്കെ, ഇവിടെ എഴുതാൻ സ്ഥലമില്ല. എന്താണ് ശ്രദ്ധിക്കുക? വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ഏത്? ഇത് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. BSEയുടെ പോലെ തന്നെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് BSEയുടെ സബ്സിഡിയറി ആണ്. ഏത്? ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. 4 microseconds ആണ് ഇതിന്റെ സ്പീഡ്. ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത ഞാൻ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന രീതിയിൽ എഴുതാം. 22 × 6 hours ആണ് ഇത് വർക്കിംഗ് ചെയ്യുന്നത്. അതായത് 22 മണിക്കൂർ, ആഴ്ചയിൽ 6 ദിവസവും 22 മണിക്കൂർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഏത്? ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇതിൽ മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതുകൂടി ഒന്ന് പോയിന്റ്സ് എഴുതാൻ സ്ഥലമില്ലാത്തതോട് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇറ്റ് ഈസ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഓഫ് BSE. കേട്ടോ, BSEയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് ഗുജറാത്തില് അല്ലെ ഗാന്ധിനഗറിൽ ലോഞ്ച് ചെയ്തതാണ് ഏത്? 2017 ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. ഇനി ഇതിൽ മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നവര് ഞാൻ എഴുതുന്നില്ല ഇവിടെ, കാരണം സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ വരയ്ക്കാം, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. കണ്ടോ, അതായത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനും NRIസിനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ. ഓക്കെ, കണ്ടോ, പ്ലാറ്റ്ഫോം ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ടു ട്രേഡ് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്, അങ്ങനെയുള്ളവർക്കും കൂടാതെ NRIs നോൺ റെസിഡന്റ് ഇന്ത്യൻസിനുമാണ് മെയിൻ ആയിട്ട് ഇതിലെ ഡീൽ ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓർത്തു വെക്കേണ്ട കാര്യം അതാണ്. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ആണ് ഇത് ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. പിന്നെ എന്താണ്? അത് BSEയുടെ സബ്സിഡിയറി ആണ്, ഗുജറാത്തിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്? മെയിൻ ഇറ്റ് സെർവ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോറിനേഴ്സ്, അവരെയൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ NRIസും. അതിന്റെ പ്രവർത്തനം പറഞ്ഞു 24 hours a day ആണ് അത് പ്രവർത്തിക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. ദെൻ അടുത്തത് പറയുന്നതാണ് NSE IFSC, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. അതും എന്താണ്? ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഓഫ് NSE ആണ്. ഇത് ഇവിടെ പറയുന്നുണ്ട്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലേ, അതിന്റെ സബ്സിഡിയറി ആയിട്ട് വരുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് NSE. അതുകൊണ്ടാണ് ആ പേര്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ആണ്.
അപ്പൊ ഇവിടെ എന്താണ് ട്രേഡിംഗ് വൈഡ് റേഞ്ച് ഓഫ് ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് കണ്ട ഇക്വിറ്റീസ് ട്രേഡ് ചെയ്യാം, ഡെറിവേറ്റീവ്സ്, കറൻസീസ്. മെയിൻ ആയിട്ട് ആര് ഉദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇതിന്റെ മെയിൻ ഇൻഡെക്സ് ഏതാണ്? NSE, IFSC, നിഫ്റ്റി. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത് സെബി തന്നെയാണ്, അപ്രൂവ്ഡ് ബൈ സെബി. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ്, ഇതും എവിടെയാണ്? ഗുജറാത്തിലാണ് ഒരു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. അതിന്റെ ഒരു സർവീസ് സെന്റർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചോദിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒപ്പം തന്നെ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഡിസ്കസ് ചെയ്ത് തീർന്നു. മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ? BSEയും NSEയും. ഇത് മെയിൻ ആയിട്ട് നന്നായി പഠിക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ പഠിക്കാം. മറ്റുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഞാനും എന്തെങ്കിലും അതിന്റെ പ്രത്യേകതകൾ മാത്രം കണ്ടോ, ഏതെങ്കിലും എല്ലാത്തിലും ഓരോ സ്പെഷ്യാലിറ്റീസുകൾ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഐസ്. ഓക്കെ, പറഞ്ഞുതരാം. ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ് അല്ലേ? അതല്ലേ ചോദിച്ചത്? ICX എന്ന് പറയുന്നതും കമ്മോഡിറ്റി എക്സ്ചേഞ്ച് തന്നെയാണ്. കമ്മോഡിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ്. പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? ഓൺലൈൻ കമ്മോഡിറ്റി എന്താണ്? ഡെറിവേറ്റീവ്സ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. കണ്ടോ ഇവിടെ പറയുന്ന ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യമായിട്ട് ലോകത്ത് ഡയമണ്ട് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഡെറിവേറ്റീവ്സുകളെ കൊണ്ടുവന്നത് ICX ആണ്. പിന്നെ അതിന്റെ മറ്റ് ഇൻഡെക്സുകളാണ് ICX ഗോൾഡ് ഇൻഡെക്സ്, ICX സിൽവർ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് ആണ് ഓരോ മേഖലകളിലും. അതൊന്നും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ICX ബേസ് മെറ്റൽ ഇൻഡെക്സ്. ദീസ് indices track the price movement on a popular commodity and serve as benchmark for overall commodity market performance. അതാണ് ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. കമ്മോഡിറ്റീസ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതായത് ഈ മെറ്റൽസും അതൊക്കെ. പക്ഷെ ഇതില് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും ഉണ്ട്. പക്ഷെ ഇവരുടെ പ്രത്യേകത ഡയമണ്ടിന്റെ കോൺട്രാക്ട്സ് ഡെറിവേറ്റീവ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ആൻസർ ചെയ്യണം. ഇത് കൂടുതലും നമ്മൾ NSE BSEയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അന്ന് ചോദിച്ചില്ല, അത് ലാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് നിർത്തിയ. പിന്നെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ തേർഡ് മോഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക്കുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ടോപ്പിക് കൂടി ഉള്ളൂ. സെബിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. കുറെ ആയില്ലേ സെബി എന്ന് കേൾക്കുന്നു. ഇനി നമുക്ക് സെബി എന്താണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ അണ്ടറിൽ വരുന്നത്, കുറച്ച് ഡീറ്റെയിൽ ടോപ്പിക്കാണ്. അത് 1-2 ക്ലാസ്സുകൾ വേണം. അപ്പൊ അതാണ് ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, പഠിച്ച് വെക്കുക. ചോദിക്കട്ടെ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ സമയമുണ്ട്, പഠിക്കുക. ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എല്ലാവരും കമന്റ് ചെയ്യണേ. ഞാൻ എല്ലാവരുടെയും ആൻസേഴ്സ് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ്? സെൻസെക്സ്, ടോട്ടൽ നമ്പർ ഓഫ് കമ്പനി. എന്തിന്റെ ബേസിലാണ്? നമുക്കറിയാം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അപ്പൊ സെൻസെക്സ് അതായത് ഇൻഡെക്സ് നോക്കുന്നത് ഏതൊക്കെ കമ്പനികൾ, എത്ര കമ്പനികളുടെ വാല്യൂ എടുത്തിട്ടാണ്, പെർഫോമൻസ് എടുത്തിട്ടാണ് ഇവിടെ സെൻസെക്സ് മെഷർ ചെയ്യുന്നത്. നാൽപ്പത് കമ്പനികളാണോ, 30 ആണോ, 60 ആണോ? 40 വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുക അല്ലേ, സോറി കേട്ടോ. ഇത്ര പേരേ ഉള്ളൂ.
എല്ലാവർക്കും കിട്ടുന്നില്ലേ? ഇത് ഓപ്ഷൻ ബി അല്ലെ, 30 ആണ് കേട്ടോ റൈറ്റ് ആൻസർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്ലാസ് എടുത്തപ്പോ അല്ലേ. 30 കമ്പനികളുടെ പെർഫോമൻസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് അല്ലെ അത് നോക്കുന്നത്. 30 കമ്പനികളാണ്. ഇത് എവിടെയാണ്? BSEയിലാണ്. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് സെൻസെക്സ്. അപ്പൊ അത് എത്ര കമ്പനികളുടെ പെർഫോമൻസ് ഇൻഡെക്സ് ആണ്? 30 കമ്പനി. ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു 30 കമ്പനികളുടെ ആണ്. അത്രയും കമ്പനികളൊന്നും അല്ല അതിലുണ്ടാവുക, പക്ഷെ അതിൽ അവർ മെഷർ ചെയ്യുന്നത് ഈ 30 കമ്പനികളുടെ ഇൻഡെക്സ് നോക്കിയിട്ടാണ് പെർഫോമൻസ് ലെവല് ഇൻഡെക്സ് തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്തത് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി അല്ലെങ്കിൽ 50 ഇതൊക്കെ നമ്മൾ പഠിച്ച ഇൻഡെക്സുകളാണ് ഫൗണ്ടഡ് എന്നാണ്? എന്നാണ്? ഓപ്ഷൻ ഡി അല്ലെ, എല്ലാവർക്കും അറിയാം 1992 എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എന്താണിത്? ആർക്കെങ്കിലും പറയാമോ? ഇൻഡെക്സ് ആണത് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി 50. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ട് പോകും. ഓക്കെ, അത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനപ്പം ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ക്ലിയർ അല്ലേ? എല്ലാവരും കമന്റ് ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 3. India's dash was the country's first digitized stock exchange. ഇതിലേത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആദ്യത്തെ ഡിജിറ്റൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് രാജ്യത്തെ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ, ബോംബെ ആണോ, മൾട്ടി കമ്മോഡിറ്റി ആണോ, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ആണോ? ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലെ ഫസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ഇന്ത്യയില് കൊണ്ടുവന്നത്. ക്ലിയർ? അപ്പൊ അതാണ് ഫസ്റ്റ് ഇന്ത്യസ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് ദി കൺട്രീസ് ഫസ്റ്റ് ഡിജിറ്റൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത്. തെറ്റിക്കരുത് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ കണ്ടിരുന്നോ? ആരെങ്കിലും നോക്കിയിരുന്നോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ? അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. നാലാമത്തെ ചോദ്യം, വേർ ഈസ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റഡ്? എവിടെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? എവിടെയാണ്? നമുക്കറിയാം ദ സിറ്റി ഓഫ് മുംബൈ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ സിറ്റി ഓഫ് മുംബൈ. മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്, NSE ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റോക്ക് ആൻഡ് എ ബോണ്ട്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്തതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് സ്റ്റോക്കും ബോണ്ടും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്താണ്?
ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ കുറെ കേട്ടതാണ്, എന്നിട്ട് കുറെ പേര് ആൻസർ കമന്റ് ചെയ്യുന്നില്ലല്ലോ. എന്താണ്? ഓക്കെ അല്ലെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനിയും അറിയാത്തവർ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് എന്ന് പറയുന്നത് കമ്പനിയുടെ അല്ലെ, സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, അവർക്ക് കമ്പനിയുടെ ഓണേഴ്സ് എന്നറിയപ്പെടും. ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അത് ബോറോഡ് ഫണ്ടാണ്. ഇത് ഓൺഡ് ഫണ്ടാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അത് തെറ്റിക്കരുത് കേട്ടോ. ഇത് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യാൻ ഡിബഞ്ചേഴ്സ് കടപത്രങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ബോറോ ചെയ്യാണ്. അതുകൊണ്ടാണ് ലോൺ എന്നറിയപ്പെടുന്നത്. ഇതിന് എന്ത് കൊടുക്കും? ബോണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കും. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അത് ഓണർഷിപ്പ് ആണ്, അവർക്ക് ഡിവിഡൻഡ് കൊടുത്തിരിക്കും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടപ്പോ അതൊന്ന് എടുത്തോന്ന് മാത്രം, അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്നും കണ്ടപ്പോ ഒരു കറണ്ട് അഫെയറോ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ എന്ന് വിചാരിച്ച്, ഒരു ലേറ്റസ്റ്റ് ഇതാണല്ലോ എന്ന് വിചാരിച്ച് ആഡ് ചെയ്തതാണ്. നമുക്ക് നോക്കാം. BSE, the oldest stock exchange in Asia, നമുക്കറിയാം, has joined hands with one more international index in February 2013. This association has resulted in change of name of BSE index. What is the change of name effected? എന്താണ് പുതിയ നെയിം? നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഞാൻ അത്ര കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഇതിനെക്കുറിച്ച്, കാരണം അത്ര നമ്മള് ഞാൻ അതൊരു പേപ്പറിൽ കണ്ടപ്പോ അത് എടുത്തോന്ന് മാത്രം. 6th വൺ എന്താണ് വരുന്നത് ആൻസർ? കേട്ടിട്ട് ആരെങ്കിലും വഴിയില്ല അല്ലെ? ഓപ്ഷൻ സി ആണ്. S&P BSE ഇൻഡെക്സ് എന്നാണ് പറയുക. അതായത് ഇന്റർനാഷണൽ ഇൻഡെക്സ് ആയിട്ട് കൂടിച്ചേർന്നുകൊണ്ട് BSE ഇൻഡെക്സിന്റെ പുതിയൊരു നെയിം, അതാണ് S&P BSE ഇൻഡെക്സ്, പുതിയൊരു ഇൻഡെക്സ് കൊണ്ടുവന്നത്. ഓർത്തു വെക്കാം. ഓക്കെ. ഇനി 7th വണ്ണിലോട്ട് കടക്കാം. When was the Bombay Stock Exchange founded? തീർച്ചയായിട്ടും അറിയാം അല്ലേ? രസമായിരുന്നു, കുഴപ്പമില്ല, അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന. ഞാനും ഇതിനെ കുറിച്ച് കുറെ ഒന്നും അറിയില്ലായിരുന്നില്ല, ഞാനതുകൊണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആൻസർ അതാണെന്ന് വെച്ച് ഞാനതൊന്ന് എഴുതിയെന്ന് മാത്രമേ. ഞാനും ചോദിച്ചാലോ? അടുത്ത ക്വസ്റ്റ്യൻ. When was the Bombay Stock Exchange founded? ഓക്കെ 1875 ആണ് കേട്ടോ. അത് തെറ്റിയതാണ്, ടൈപ്പ് ചെയ്തപ്പോ ഇങ്ങനെ തെറ്റിയതാണ്. സോറി ടാ, അത് ക്ഷമിക്കണം. 1875 അറിയാവുന്നതാണ്, അതെ തെറ്റിക്കരുത്. 1857 അടിച്ചിട്ടുണ്ടാവില്ല, 1875 ആണ്. അറിയാലോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ തന്നെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് സ്ഥാപിതമായ വർഷം 1875 ആണ് കേട്ടോ, 57 അല്ല, 75 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വാട്ട് ഡസ് ദ ടേം സെൻസസ് റെപ്രസെന്റ്? നമുക്കറിയാം BSEയുടെ ഒരു ഇൻഡെക്സ് ആണ് സെൻസസ്. എന്താ, സോറി ഞാൻ ആൻസർ തന്നെ പറഞ്ഞു. അപ്പൊ ഇതിലെന്താണ് സെൻസസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചത്? ഇനിയിപ്പോ അത് പറയേണ്ട കാര്യമില്ല അല്ലെ? എന്താണ് 8ാമത്തെ ആൻസർ എന്താണ്? ആർക്കും കൺഫ്യൂഷൻ ഇല്ല അല്ലേ?
അതറിയാവുന്ന തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാതെ. സെൻസസ് BScയുടെ ഇൻഡെക്സ് ബെഞ്ച് മാർക്കാണ്, ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ദ BSc അല്ലെ. BSc സെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ആര് വരും? BSc വരും, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ. സെൻസസ് ഉയർന്നു, നിഫ്റ്റി ഉയർന്നു, നിഫ്റ്റി അതൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9. Who regulate the functioning of the Bombay Stock Exchange? നമുക്കറിയാം, അതാണ് ഞാൻ ഇതെന്ന് കണ്ടപ്പോൾ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. പലർക്ക് ചിലപ്പോൾ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും, അത് മാറിക്കോട്ടെ. Who regulate the functioning of BSc? BScയുടെ ഫങ്ഷൻസ് ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സെബി ആണ് അല്ലെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്നത്. അത് പറയേണ്ട കാര്യമില്ല. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ദി NSE? NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ഏതാണ്? ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് ചോദിക്കണ്ട കേട്ടോ. ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒക്കെ ഇൻഡെക്സുകൾ തന്നെയാണ് NSEയുടെ. പക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മെയിൻ ഏതാണ്? ഓപ്ഷൻ എ അല്ലെ, നിഫ്റ്റി 50. എന്തുകൊണ്ടാണ് നിഫ്റ്റി 50 പേരിട്ടിരിക്കുന്നത് അറിയോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും പറയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ? വെരി ഗുഡ് അല്ലെ. 50 കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ്, അതായത് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 50 ടോപ്പ് ആയിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിഫ്റ്റി 50 ആണെന്ന് പറയാൻ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് നിഫ്റ്റി? അത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ആഡ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. What is the full form of Nifty in the context of NSE? NSEയുടെ നിഫ്റ്റി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ശ്രദ്ധിച്ച് പറയണം കേട്ടോ, തെറ്റിക്കരുത്, ഇത് തെറ്റിക്കരുത്. ആർക്കെങ്കിലും അറിയാമെന്ന് നോക്കട്ടെ. ജനറൽ ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പത്രമൊക്കെ വായിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും. നിഫ്റ്റിയുടെ ഫുൾ ഫോം വൺ സെക്കൻഡ്, എനിക്ക് ഇതിന്റെ നിങ്ങളുടെ കണക്ഷൻ പോയി. നിങ്ങൾ എന്താ ആൻസർ പറയണേന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കട്ടായി ഇവിടെ നെറ്റ് പെട്ടെന്ന്. നിങ്ങൾ അവിടുന്ന് പറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. വൺ സെക്കൻഡ്. ഹലോ, കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ കണക്ഷൻ പോയി നിങ്ങളുമായിട്ട്. ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നിങ്ങളുടെ കമന്റ് കേൾക്കുന്നുണ്ട്. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ ഇപ്പോ 11th 12th ഈ സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം.
എനിക്കും കാണുന്നില്ല. ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്, ഞാനിപ്പോ ഒരു റെഡില് BSc എന്നൊക്കെ എഴുതുന്നതൊക്കെ അപ്ഡേറ്റ് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇത് എഴുതുന്നത്, ഇതിപ്പോ സ്ക്രീൻ പ്രസന്റ് ഇതിലല്ലേ നിൽക്കുന്നത്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എനിക്ക് കാണുന്നില്ല, ഞാനിപ്പോ ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാം. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് നിഫ്റ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ്? എന്താണ് നിഫ്റ്റിയുടെ ഫുൾ ഫോം? എന്തൊക്കെയാ നിങ്ങൾ കമന്റ് ചെയ്ത്? എനിക്ക് അറിയില്ലായില്ലോ, ഒന്നുകൂടി കമന്റ് ചെയ്യേ. ഞാൻ നേരത്തെ എൻ്റെ അത് പോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് ഫോണിലൂടെയാണ് നിങ്ങളെ ചാറ്റ് ചെയ്യുന്നത്. സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഇല്ല, എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫോണിന്റെ എന്തോ മിസ്സിങ് പറ്റില്ല. 11th വൺ ആൻസർ അല്ലെ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും അതിന്റെ ഫുൾ ഫോം ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടി അല്ലെ? 11A ആണ് എല്ലാവരും പറയുന്നത്. റൈറ്റ് ആൻസർ ബി ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് 50 എന്നാണ്. നാഷണൽ 50, ദാറ്റ് ഈസ് ദി ഫുൾ ഫോം ഓഫ് നിഫ്റ്റി. ഓക്കെ, നാഷണൽ 50 എന്നാണ്. ശരി, ക്ലിയർ ആയില്ലേ? അതാണ്, മറക്കരുത് കേട്ടോ, നിഫ്റ്റി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ചിലർക്ക് അത് എന്താണെന്ന് നാഷണൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കും. ഞാൻ എല്ലാവരും കമന്റ് ചെയ്യുന്നു വിചാരിച്ചത് ഡി ആണ്, കാരണം അത് നാഷണൽ 50 ഇൻഡെക്സ് എന്ന് ചിന്തിച്ച. പക്ഷെ ചിലവർ അതിന്റെ ഫുൾ ഫോം ആലോചിച്ച് നാഷണൽ ഇൻഡെക്സ് ഫോർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് യീൽഡ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് 50 എന്നാണ്. നമുക്ക് അത് ചുരുക്കിയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് നാഷണൽ 50. ക്വസ്റ്റ്യൻ നമ്പർ 12. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. Which of the following is true about NSE? ഇതിലെ NSE നെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? NSE is based in New York. NSE was the first exchange to introduce electronic trading in India, found before BSE. It does not have any index for stock market performance. Very simple അല്ലേ? പഠിച്ചിപ്പോ കഴിഞ്ഞതുകൊണ്ട് വളരെ സിമ്പിൾ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒന്നും മറന്നേക്കരുത് കേട്ടോ. എബിയോ അഞ്ജിത, ഏതാ എബിയും ആൻസർ? തെറ്റിയ ടൈപ്പ് ചെയ്തതാണ്. ഓക്കെ, ബി. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. NSE വാസ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 13ാമത്തെ, വീണ്ടും വാട്ട് ഡസ് ദ നിഫ്റ്റി 50 ഇൻഡെക്സ് റെപ്രസെന്റ്? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ വീണ്ടും പറയാന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് ആ ചോദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടി. ഇതിൽ എന്താണ് നിഫ്റ്റി 50 ഇൻഡെക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ആലോചിച്ച് പറഞ്ഞോളൂട്ടാ, എടുത്തു ചാടി പറയരുത്. എന്താണ് നിഫ്റ്റി 50 ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് വായിച്ച് പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഫോണിൽ പോയി, നിങ്ങൾ പറയുന്നത് കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ വേഗം ഒരു ക്വസ്റ്റ്യനോടെ ഉള്ളൂ, നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. വേഗം എനിക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ കമന്റ്സ് ഒന്നും. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ദി ടോപ്പ് 50 കമ്പനീസ് ലിസ്റ്റഡ് ഓൺ NSE. ഇനി ഇതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്, അത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഓപ്ഷന്റെ ആൻസർ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, തിരിച്ച് റിപ്ലൈ തന്നാൽ എനിക്ക് കാണില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ചില സമയത്ത് ചിലയിടത്ത് ഇതിന്റെ ഓപ്ഷൻ ബി ആയിട്ടും കണ്ടിട്ടുണ്ട്. ആവറേജ് പെർഫോമൻസ് ഓഫ് 50 സ്റ്റോക്സ് അക്രോസ് ഡിഫറെന്റ് സെക്ടേഴ്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആൻസർ ഇതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഗൂഗിളിൽ നോക്കുമ്പോൾ എയും ആണ്, കൺഫ്യൂഷൻ വന്നു.
അതായത് ഇത് രണ്ടിന്റെയും ഇതൊരു സെയിം ഇത് തന്നെയാണ് വരുന്നത്. മറ്റേത് ആവറേജ് പെർഫോമൻസ് ഓഫ് 50 സ്റ്റോക്സ് എന്ന് പറയുന്നതും 50 കമ്പനികളുടെയാണ് ഉദ്ദേശിക്കുന്നത് അക്രോസ് ഡിഫറെന്റ് സെക്ടേഴ്സ്. അതായത് പല പല സെക്ടറുകളിലുള്ള നല്ല ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികളുടെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ലെവൽ എന്നും നമുക്ക് പറയാം. അപ്പൊ അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് ഇതിലേതാണ് എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയതാണ്. ഇതിൽ രണ്ടും അതിൽ ഓപ്ഷൻസ് വരാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടി ഞാനത് ഒരാളോട് ചോദിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം കേട്ടോ. കാരണം നോക്കുമ്പോഴൊക്കെ പല പല ഇതുകളാണ്, ഇത് രണ്ടും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. Then last question. Which of the following was the first electronic platform introduced by the NSE? അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. NSE ആണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്താണ് അറിയപ്പെടുക എന്നുള്ളത്? നിഫ്റ്റി ഓൺലൈൻ, NSE വെബ് ട്രേഡ്, നിഫ്റ്റി ട്രേഡിംഗ് സിസ്റ്റം, നീറ്റ്. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്താലും എനിക്ക് കാണുന്നില്ല. ഞാൻ ആൻസർ പറയട്ടെ, നമുക്ക് വായിച്ചു നോക്കാൻ സമയം തരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദി, അതായത് നമുക്കറിയാലോ ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് NSE ആണ്. അതിന്റെ പേരാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിത് 4 കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഓപ്ഷൻ ഡി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഡി, നീറ്റ്, നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്. അങ്ങനെയാണ് അതിനറിയപ്പെടുന്നത്. കാരണം അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്.